നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാൻ ആശുപത്രി വിട്ടു. 2.5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജയിലിൽ തൂങ്ങി മരിക്കുവാൻ ശ്രമിച്ച അഫാനെ ജയിൽ അധികൃതർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെല്ലിൽ പ്രത്യേക നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 25-നാണ് അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടപടികൾ വേഗത്തിലാകാനിരിക്കുകയായിരുന്നു അഫാന്റെ ആത്മഹത്യാ ശ്രമം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യാ ശ്രമം വിചാരണ നടപടികൾക്ക് മേൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഈ കൂട്ടക്കൊലപാതക കേസിൽ ഒരേ ഒരു പ്രതി മാത്രമുള്ളതിനാൽ പരമാവധി ശിക്ഷ പ്രതി അഫാൻ ഉറപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസ് നടത്തിയിരുന്നു. 750 പേജുകളുള്ള കുറ്റപത്രത്തിൽ 130 സാക്ഷികളുണ്ട്. മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുവാനായിരുന്നു പ്രതി അഫാന്റെ നീക്കമെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഫർസാനയുടെ വൈരാഗ്യമെന്ന് കണ്ടെത്തി. പണയം വയ്ക്കുവാൻ നൽകിയ സ്വർണം തിരികെ ചോദിച്ചതാണ് വൈരാഗ്യ കാരണമെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാമ്പത്തികമായ കാരണങ്ങളാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതോടെ കൂട്ടക്കൊലയിലെ 3 കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലും പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലും നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചതാണ്. സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ 5 പേരെയാണ് അഫാൻ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത്. ഈ ചികിത്സയിൽ കഴിയവേ അഫാന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത് തനിക്ക് ഓർമ്മയില്ലെന്നായിരുന്നു ഈ അഫാൻ നൽകിയ മൊഴിയിൽ പറയുന്നത്. എന്നാൽ അഫാന് ഓർമ്മക്കുറവുള്ളതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർമാരും വ്യക്തമാക്കിയത്. ഈ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് അഫാന്റെ തലച്ചോറിനും ഹൃദയത്തിനുമേറ്റ് ഗുരുതര തകരാറായിരുന്നു ആരോഗ്യനില വഷളാകുവാൻ ഇടയാക്കിയത്. അഫാൻ ഇപ്പോൾ എഴുന്നേറ്റിരിക്കുവാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നടക്കുവാനൊക്കെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഈ ആത്മഹത്യാ ശ്രമത്തിനിടെ അഫാന്റെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് സാരമായ കുറവുണ്ടാവുകയായിരുന്നു. എന്നാൽ വേഗത്തിൽ തന്നെ അഫാന്റെ നിലയിൽ മാറ്റമുണ്ടായതായും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി. പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കായ UT ബ്ലോക്കിൽ തടവിൽ കഴിയുന്നിടെയാണ് മെയ് 25-ന് അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ശുചിമുറിയിൽ കയറി ലുങ്കി ഉപയോഗിച്ച് തൂങ്ങി മരിക്കുവാനായിരുന്നു അഫാൻ ശ്രമിച്ചത്. ഒരു മാവോയിസ്റ്റ് അടക്കം 5 തടവുകാരായിരുന്നു ഈ UT ബ്ലോക്കിൽ ഉണ്ടായിരുന്നത്. ഇവർ ടിവിയിൽ സിനിമ കാണുവാനായി പുറത്തിറങ്ങിയ തക്കം നോക്കിയാണ് ഈ അഫാൻ ഉണക്കാനിട്ടിരുന്ന ലുങ്കി എടുത്തതും ആത്മഹത്യക്ക് ശ്രമിച്ചത്. ശുചിമുറിയിൽ കയറി 10 മിനിറ്റോളം കഴിഞ്ഞിട്ടും അനക്കമുണ്ടാകാത്തതിനെ തുടർന്ന് ജയിൽ ജീവനക്കാർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് പ്രവേശിക്കുകയായിരുന്നു. ഈ സമയം തൂങ്ങി നിൽക്കുകയായിരുന്നു അഫാൻ. മറ്റു ജീവനക്കാരുടെ സഹായത്തോടെ അഫാനെ താഴേക്കിറക്കി പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷമാണ് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അഫാന്റെ ആരോഗ്യനിലയൊക്കെ കേസുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങുവാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു. ഈ ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ വിചാരണയെ തന്നെ അത് ബാധിക്കുന്ന ഒരു അവസ്ഥയാകുമായിരുന്നു. ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതുപോലും ഓർമ്മയില്ലെന്നായിരുന്നു അഫാൻ പറഞ്ഞത്. ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് 2-3 ദിവസങ്ങൾക്ക് പിന്നിട്ട ശേഷമായിരുന്നു ഈ അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയത്. എന്നാൽ 3 കുറ്റപത്രങ്ങളും സമർപ്പിച്ചു. തൂങ്ങി മരിക്കുവാനുള്ള ശ്രമത്തിൽ കഴുത്തിലെ ഞരമ്പുകൾക്കാണ് മാരകമായി പരിക്കേറ്റത്. ശാരീരികമായി മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. 3-4 മാസം ചികിത്സ തുടരേണ്ടി വരും. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞത് കനത്ത ക്ഷതമുണ്ടാക്കി. ജീവൻ രക്ഷിക്കുവാനായാലും സാധാരണ നിലയിലേക്കുള്ള മടങ്ങിവരവിലൊക്കെ ഈ ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. വിവിധ ഡോക്ടർമാരുടെ സംഘമാണ് ഈ അഫാനെ പരിശോധിച്ചത്. എന്നാൽ അതിനെല്ലാം മറികടന്നാണ് അഫാൻ ഇപ്പോൾ തിരിച്ചു വന്നത്. ഫെബ്രുവരി 24-നാണ് കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകങ്ങൾ നടന്നത്. വെഞ്ഞാറമൂട് പെരുമല ആർച്ച് ജംഗ്ഷനിലെ വീട്ടിൽ അഫാൻ 5 പേരെ ചുറ്റിക്കുപയോഗിച്ച് തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. അച്ഛന്റെ അമ്മ സൽമാ ബീവി, പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഭാര്യ ഷാഹിദ ബീവി, സഹോദരൻ അഫ്സാൻ, സുഹൃത്ത് ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് കീഴടങ്ങുകയായിരുന്നു. ആത്മഹത്യാ ശ്രമം വിചാരണ നടപടികൾക്ക് മേൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. കൂട്ടക്കൊലപാതക കേസിൽ ഒരേ ഒരു പ്രതി മാത്രമുള്ളതിനാൽ പരമാവധി ശിക്ഷ പ്രതി അഫാൻ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഈ ജയിലിലെത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിലൊക്കെ ചില അസ്വാഭാവികതകളൊക്കെ കണ്ടിരുന്നു. ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത്. പക്ഷെ ആരോടും തന്നെ വലിയൊരു അടുപ്പം കാണിച്ചിരുന്നില്ല. അഫാൻ വിഷാദ രോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നാണ് ജയിൽ അധികൃതർ പറഞ്ഞത്. വിഷാദ രോഗത്തിന് ഡോക്ടർമാരെയൊക്കെ കണ്ടിരുന്നു. ആത്മഹത്യാ പ്രവണതയും കാണിച്ചിരുന്നു. അതിനാൽ തന്നെ സദാസമയം ജയിൽ അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ജയിൽ അധികൃതർ അഫാന്റെ പിതാവ് റഹീമിനെ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെ എന്നായിരുന്നു പിതാവ് അബ്ദുൾ റഹീമിന്റെ പ്രതികരണം. അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ. അതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല. എന്താണ് ചെയ്തതെന്ന് അഫാന് കൃത്യമായി അറിയാം. അപ്പോൾ അനുഭവിക്കുക തന്നെ വേണമെന്നായിരുന്നു പിതാവിന്റെ പ്രതികരണം. പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും ഉമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് 48 ലക്ഷം രൂപയുടെ കടമാണ് പെരുകിയത്. ഇതിൽ വഴക്കു പറഞ്ഞതിന്റെയും കടം വീട്ടുവാൻ സഹായിക്കാത്തതിന്റെയും ഒക്കെ വൈരാഗ്യത്തിലാണ് ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് കേസ്.
കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ പോലീസ് കസ്റ്റഡിയിലും ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെതിരെ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലൊക്കെ 750 പേജുള്ള കുറ്റപത്രത്തിൽ 140 സാക്ഷികളാണുള്ളത്. സാമ്പത്തികമായ കാരണങ്ങളാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്. സഹോദരനും കാമുകിയും അടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ പൂജപ്പുര ജയിലിലെ വിചാരണ തടവുകാരനാണ്. സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ, പിതൃമാതാവ് സൽമ ബീവി എന്നിവരെയാണ് അഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അഫാന്റെ പിതാവിന്റെ ഉമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലും ആദ്യ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് 450 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. തനിച്ച് വീട്ടിൽ താമസിച്ചിരുന്ന വൃദ്ധയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അഫാന്റെ ദുർത്തും വഴിവിട്ട ജീവിതവും സൽമ ബീവി എതിർത്തിരുന്നു. കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല അഫാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇവർ നൽകിയില്ല. ഈ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ബന്ധുക്കളോട് പണം ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിലെ വൈരാഗ്യമാണ് പിതൃ സഹോദരനെ കൊന്നതിന് കാരണം. കൊലപാതകം, അതിക്രമിച്ചു കയറൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും അഫാനെതിരെ ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. 600 പേജുള്ള കുറ്റപത്രത്തിൽ 360 സാക്ഷികളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.